ഹായ്, ഇന്നൊരു ഞായറാഴ്ചയല്ലേ, അപ്പം വീട്ടിൽ കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു എന്ന്. അപ്പം കുറേ അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് വിഭവം ഉണ്ടാക്കിയതെന്ന് കാണാം. വലിയ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട നല്ല ഒരു മീൻകറിയും ചോറും ഒക്കെയാണുള്ളത്. അപ്പം ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെണ്ടക്കേൻ്റെ ഒരു ഉപ്പേരിയുണ്ട്, അതുപോലെ പയറിൻ്റെ ഒരു ഉപ്പേരിയുണ്ട്. പുളി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാ കറിയും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പുളി ഇന്ന് സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻ കറിയാണ്. മീൻ എന്ന് പറഞ്ഞാൽ അത് തെരണ്ടി കറിയാണ്. മുറിച്ച തെരണ്ടി മേടിച്ചാണ്, വലിയ മീൻ മുറിച്ചിട്ട് മേടിച്ചാണ്. അപ്പോൾ അത് മസാലയൊക്കെ ഇട്ട് നല്ലോണം കറി വെച്ചതാണ്. പിന്നെ ചെറിയ അയിലക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരുപാടൊന്നും പൊരിച്ച് ഞാൻ കഴിക്കില്ല കേട്ടോ, ഒന്നൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്യാണ്. പിന്നെ നല്ല എന്താ പറയുക, മുറിച്ച മീൻ വാങ്ങുന്നവരല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെ, ആ മീനിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. ഞാൻ പുളി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് പുളി നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ്. പുളിയിഞ്ചി എന്നാണ് ചില സ്ഥലത്ത് ഞങ്ങൾ പുളി എന്നൊക്കെ പറയും, പുളിയിഞ്ചിയാണ് എന്നാണ് പറയാൻ തോന്നുന്നത് എല്ലാ ആൾക്കാരും. ഇനിയിപ്പോൾ ഇതിന് എന്തൊക്കെയാണ് കമൻറ്റിൽ വരിക എന്നുള്ള അറിയില്ല. പിന്നെ അത് ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലോണം പുളിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റ് പുളി കുറച്ചുകൂടിയും എടുത്ത് ഇട്ടിട്ട് വീണ്ടും കഴിക്കുക കേട്ടോ. എനിക്ക് 2 ദിവസത്തേക്ക് ഒന്നായിട്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച്. 2 ദിവസത്തിൽ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടാവും. കുറച്ചധികം പുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ദിവസം അത് 2 വാഴ തീരോളം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും. അത് ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പുളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരോളം അത് ഇങ്ങനെ കഴിച്ചുകൊണ്ട്, അധികം ഒരുപാടിട്ട് കഴിക്കാനും പറ്റില്ല, വായിൽ പുണ്ണ് വരും പുളി അധികം കഴിച്ചാൽ. എന്നാലും കുഴപ്പമില്ല, അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീരോളം അത് വേസ്റ്റാക്കൊന്നുമില്ല, അതിങ്ങനെ കഴിക്കും. പിന്നെ അമ്മ നല്ലോണം പുളി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാനിന്ന് പുളി ഉണ്ടാക്കാൻ കാരണം മോളെന്ന് രാവിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്ക് പുളി കഴിക്കണമെന്ന്, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ചോറിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചോറ് എപ്പോൾ കഴിച്ചാലും ഒരു മധുരം ഞാൻ അതിൻ്റെ മേലെ എന്തായാലും കഴിക്കും. അതെനിക്ക് ആദ്യമുള്ള ശീലമാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. തോലൊക്കെ ചെത്തി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. അതെനിക്ക് ആദ്യമുള്ളതാണ്. അത് മാങ്ങ എന്തായാലും പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു മധുരം വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാനെടുത്ത് എന്തായാലും ചോറുന്ന് കഴിഞ്ഞാൽ കഴിക്കും. അപ്പം മാങ്ങ ഇങ്ങനെ കഴിക്കണം. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പുളിയൊന്നുമില്ല. ഇപ്പം എന്താണെന്നറിയില്ല, ചില മാങ്ങ മേടിക്കുമ്പോൾ പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെന്താണെന്നറിയില്ല, നല്ല മധുരമുണ്ട്. ഞാൻ ഇന്നലെ എലത്തൂരിൽ നിന്ന് മേടിച്ചാണ്. ഇത് എലത്തൂരുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. വരുമ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് വയറ് നിറച്ചും കഴിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോറ് ഇതൊക്കെ കഴിഞ്ഞത് അവിടെ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കിടന്ന് ഉറങ്ങും. അപ്പോൾ എന്നിട്ട് എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാണ്ട്, അത് ഈവനിങ് ആയിട്ടേ പോകും.